ഒരു സാധാരണക്കാരന് ഈ ലെവലിലേക്ക് മാറാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇനി അതല്ല സാറേ, മൈലേജ് ശരി ഞാനൊരു 6 മാസം നോക്കി, 1 വർഷം നോക്കി, വലുതായാലൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല, ഓക്കെ, നിങ്ങൾ നിർത്തിക്കോളൂ. നിങ്ങൾ നിർത്തിപ്പോയിട്ട് വേറെ ഏത് മേഖല നിങ്ങൾ സക്സസ് ആകാൻ പോകുന്നത്? അങ്ങനെ സക്സസ് ആയിട്ടുള്ള എത്ര ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട്? അല്ലെങ്കിൽ ഈ നമ്മുടെ ടീമിലെ കൊഴിഞ്ഞുപോയ ആളുകളുണ്ടല്ലോ, അവരൊക്കെ പുറത്തും ഇത് നടക്കൂല എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് സക്സസ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട് നിങ്ങളുടെ പരിചയത്തിൽ? നമ്മൾ കൂടെ വന്ന ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച ആളുകൾ നിലനിർത്തുക. ഒരു 5000 അവരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്മിറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അത് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാനാണെങ്കിലും അവർക്ക് എന്താണ് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും. കാരണം എന്താണ്? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊടുത്താണ് ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്. ആ ഒരു 1000 രൂപയാണെങ്കിൽ അതിന്റെ മൂല്യം നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം അത് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളെ ഉത്തരവാദിത്വം എന്ന് പറയും. അത് എടുക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിൽ വിജയം ഉണ്ടാവും. നിങ്ങൾ ഈ ബിസിനസ് നിർത്തിപ്പോയാലും നിങ്ങൾക്ക് പുറത്തൊരു മേഖലയിലൊക്കെ വിജയിക്കേണ്ടത് പോസിബിളേ അല്ല. കാരണം മിനിമം ഒരു മലബാർ ഗോൾഡിലൊക്കെ ഒരു സെയിൽസ്മാൻ ആയിട്ട് ഇപ്പൊ കയറണമെങ്കിൽ 35 വയസ്സ് താഴെയുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അവിടെ ജോലിക്ക് പോലും എടുക്കുന്നുള്ളൂ. ഇനി എവിടെയാണ് നിങ്ങളൊക്കെ വിജയിക്കാൻ വേണ്ടി പോകുന്നത്? 10-50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ സംബന്ധിച്ചോളം ഇനി എന്താ മറ്റൊരു അവസരമുള്ളത്? കിട്ടിയ ഈ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളതല്ലേ നമ്മളിപ്പോ ചെയ്യേണ്ടത്. പരിചയപ്പെടുത്തി, പേര് അനിരുദ്ധ്, സ്ഥലം ബാലുശ്ശേരിയാണ്. ബൈ പ്രൊഫഷൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. പക്ഷേ ചെയ്യുന്നത് ഇന്ന് ആയുർവേദ മേഖലയായിട്ടുള്ള ബിസിനസ് ആണ്. അല്ലെ എന്താണ് നമ്മൾ ആയുഷ് പ്രീമിയം മാർക്കറ്റൊക്കെയുള്ള എന്താണ് പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നത്. അതിലെത്തിപ്പെട്ട ഡീറ്റെയിൽസ് പറയാം. ഒരു 4.5 വർഷം മുന്നേ അച്ഛനാണ് ഫാമിലിയിൽ ആദ്യമായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ട ഈ ഒരു മേഖല എന്ത് ചെയ്തു, അച്ഛൻ ഏറ്റെടുത്തു. ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ട് തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു +1 പഠിക്കുന്ന സമയത്താണ് ഒരു മേഖല അച്ഛൻ ഏറ്റെടുക്കുന്നത്. അന്ന് 18 വയസ്സായിട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ മക്കളും ചെയ്യും പോലെ അച്ഛൻ എന്താണോ ചെയ്യുന്നത് അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് അതിപ്പോ ജോലി ആയാലും ബിസിനസ് ആയാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ മതി അല്ലെ. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, അല്ലെങ്കിൽ എന്താണ് എന്റെ കാര്യങ്ങൾ നടന്നു പോകുക എന്നുള്ള ഒരു മട്ട് തന്നെയായിരുന്നു എന്റേത്. അങ്ങനെ പുള്ളി കുറച്ച് സോപ്പും പേസ്റ്റും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. വീട്ടില് മീറ്റിംഗ് നടത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിന് പോകുന്നുണ്ട്, എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, അതിൽ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഗ്രാജുവലി എന്റെ അച്ഛനൊരു അതിബുദ്ധിമാനായത് കൊണ്ടായിരിക്കാം കൂടുതൽ പ്രോഗ്രാമുകൾ വീട്ടിൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഈ ബിസിനസ്സിലെ എല്ലാ പ്രോഗ്രാമുകളും, അതിപ്പം തുടക്കത്തിലുള്ള സ്റ്റാർ സെലിബ്രേഷൻ മുതൽ എന്താണ് അങ്ങോട്ട് എല്ലാ മീറ്റിങ്ങുകളും വീട്ടിൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി എന്നതാണ് അദ്ദേഹം ഉപയോഗിച്ച ആദ്യത്തെ തന്ത്രം. അത് ബിസിനസ്സിന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഫ്യൂച്ചറിനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അത് പറയാനുള്ള കാരണം, ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ എന്താണ് ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ടീമുകളാവും, നമ്മുടെ റാങ്കുകൾ ചേഞ്ച് ആവും. ആ സമയത്ത് നമ്മൾ ലീഡർമാർ പറയൂലേ, സെലിബ്രേഷൻ വെക്കണം, അല്ലെങ്കിൽ ടീം മീറ്റ് വിളിക്കണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വിളിക്കണം. നമ്മൾ എന്താ ചെയ്യുക? അത് പുറത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, നമ്മൾ വാടക കൊടുത്ത് അല്ലെങ്കിൽ അവിടെയൊക്കെ റൂമൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ മീറ്റിങ്ങൾ പുറത്ത് നമ്മൾ വിളിക്കും. കാരണം എന്താ, വീട്ടിലെ ആളുകൾ ബുദ്ധിമുട്ടിക്കേണ്ട, അല്ലെ വീട്ടിൽ എന്ത് ചെയ്യണ്ട, ഒരു ഡിസ്റ്റർബൻസ് ആകണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് കണ്ടക്ട് ചെയ്യും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, തുടക്കത്തിൽ എന്താണ് ഈ ബിസിനസ്സിൽ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വലിയ പൈസ ഒന്നും ഉണ്ടാകണമെന്നില്ല. ആ സമയത്ത് ഏറ്റവും നല്ല എന്താണ്, കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ വീട് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് വാടക ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പം അങ്ങനെ എന്ത് ചെയ്തിട്ട് വീട്ടിൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞില്ല, സ്റ്റാർ സെലിബ്രേഷൻ മുതൽ എന്താണ് ഇന്നിപ്പം തുടങ്ങിയ NTC സെലിബ്രേഷൻ വരെ വീട്ടിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിലുണ്ടായതാണ് ആക്ച്വലി ഈ ഒരു ബിസിനസ് എന്റെ മനസ്സിൽ കത്താനുള്ള പ്രധാനപ്പെട്ട റീസൺ. 1-2 ദിവസം കൊണ്ട് ഈ ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത് സെയിൽസ് ക്ലോസ് ചെയ്ത് വന്ന ഒരു വ്യക്തി ഒന്നല്ല ഞാൻ. നിരന്തരം 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലെ പ്രോഗ്രാമുകൾ, അതിപ്പം രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന മോർണിംഗ് മീറ്റ് ആണെങ്കിൽ പോലും സ്പീക്കറിലല്ലാതെ എന്ത് ചെയ്യൂല, ആ മോർണിംഗ് മീറ്റ് കണ്ടക്ട് ചെയ്യൂല. ഹലോ, നിങ്ങളൊക്കെ ഫോണിലല്ല കേൾക്കുന്നത്, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് തന്നെ എന്റെ വീട്ടിൽ സ്പീക്കറിലല്ലാതെ എന്ത് ചെയ്യൂല, ഇവിടെ മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യൂല. കാരണം എന്താ, പുള്ളി കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഫാമിലി മൊത്തം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് 1-2 ദിവസം മാത്രമല്ല, ഡെയിലി നിരന്തരം. അപ്പം നിങ്ങള് പല ആളുകൾ എന്ത് ചെയ്യാ, ഒന്നിലെ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇയർഫോണോ ഉപയോഗിച്ച് നമ്മൾ മാത്രം എന്ത് ചെയ്യും, ഒരു മൂലയിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടാണ് നമ്മളത് മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യുക. എന്തോ ആരും കേൾക്കാത്ത പോലത്തെ സാധനം നമ്മളെ മാത്രം കേൾക്കുക, കുറച്ച് നോട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്ത സമയത്ത് വീട്ടിലെ ആളുകൾ നിരന്തരം 1-2 പോയിന്റുകൾ പല ആളുകളുടെ അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫാമിലി കൂടെ എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ആയി. എസ്പെഷ്യലി ഞങ്ങള്
അപ്പം വീട്ടില് എന്താണ് ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിൽ എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ചെയർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും എന്ത് ചെയ്യുന്നു ആ ഒരു ബിസിനസിന്റെ പാർട്ടായിട്ട് ആക്ച്വലി മാറി എന്നതാണ് സത്യം. അല്ലാതെ ഒരു ബുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടോ ഒരു ലീഡർമാർ വന്നിട്ടോ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത് ഒരു സീൽ ക്ലോസ് ചെയ്ത് ഈ ഫ്യൂച്ചറൊക്കെ മനസ്സിലാക്കി കടന്നു വന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്റെ എന്താണ് ഫാദറിന്റെ ലൈഫിലെ മാറ്റങ്ങൾ കണ്ടിട്ട് വന്ന വ്യക്തി തന്നെയാണ്. കാരണം ഒരു ഒരു ഡ്രൈവർ മേഖലയിൽ നിന്ന് വന്ന് ഒരു 4.5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് പോലും തികച്ചെടുക്കാതെയാണ് ആക്ച്വലി ഈ ബിസിനസ്സിൽ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് പോലും ഇന്നൊരു 4.5 വർഷം കൊണ്ട് ഒരു 40-50 ലക്ഷം രൂപയ്ക്ക് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും അത് ഈ ഒരു ഇൻകം പൊട്ടൻഷ്യൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം അത് കൃത്യമായിട്ട് മനസ്സിലായത് അതുവരെ ഒരു കഴിഞ്ഞ എന്താണ് ഒരു 18 വർഷം ഒരു ജോലി ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് മുതലുള്ള ഒരു 3-4 വർഷവും തമ്മിലുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് എന്നെ ഈ ബിസിനസ് സ്ട്രൈക്ക് ചെയ്തത്. ഒരു സാധാരണ ഫാമിലിയിൽ നിന്നും ഒരു അസാധാരണ ഫാമിലിയിലേക്ക് മാറാൻ എന്ത് ചെയ്തു, അത് മാനസികമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഫൈനാൻഷ്യലി എന്ത് ചെയ്തു മാറാൻ ഈ ഒരു കമ്പനി സഹായിച്ചു എന്നതാണ് ഫസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് എനിക്ക് 18 വയസ്സ് ആയിട്ടേ ഉള്ളൂ. കടന്നു വന്ന സമയത്ത് എന്താണ് ആദ്യമായിട്ട് പ്രോഗ്രാമുകൾ എന്ത് ചെയ്തു, എല്ലാ പ്രോഗ്രാമുകൾ സെലിബ്രേഷൻ പ്രോഗ്രാം പുറത്തുള്ള നടക്കുന്ന നമ്മുടെ വലിയ മെഗാ സെലിബ്രേഷൻ പ്രോഗ്രാമുകളിലൊക്കെ ഫാമിലി ആയിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു ഗ്രാജുവലി നമ്മുടെ മീറ്റിംഗ് സെന്ററുകളിലേക്ക് GTS പ്രോഗ്രാമുകളിലേക്ക് കോഴിക്കോടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോടൊക്കെ എന്താണ് നമ്മൾ GTS പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ നമ്മൾ സൂം മീറ്റിംഗ് നമ്മുടെ ഈ ഒരു മോർണിംഗ് മീറ്റിൽ ആദ്യമായിട്ട് എന്നോട് എന്ത് പറഞ്ഞു പ്രസന്റേഷൻ ചെയ്യാൻ GTS പ്രസന്റേഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നു. എന്നോട് പറഞ്ഞു അടുത്ത ആഴ്ച നീ GTS എടുക്കണം എന്ന് എന്നോട് ഫാദർ പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് വന്നൊരു വ്യക്തി ഒരു 45 മിനിറ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്ത് സംസാരിക്കണമെന്നും ആരോ മുഖത്ത് നോക്കി സംസാരിക്കണമെന്നും അറിയാത്തൊരു കൺഫ്യൂഷൻ, അതുപോലെ എന്ത് സംസാരിക്കണമെന്നും. കാരണം കഴിഞ്ഞ ഒരു 18 വർഷമായിട്ട് ഞാൻ പഠിച്ച മേഖലയിൽ ഒന്നും തന്നെ എന്നെ സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നോ ഒന്നും എവിടെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ഒന്നും പഠിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു 45 മിനിറ്റ് ഒരു 50 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എവിടെയും കിട്ടുന്നില്ല. ആക്ച്വലി നമ്മൾ അതിന് ഇനീഷ്യേറ്റ് എടുക്കുന്നില്ല, എവിടെയും കിട്ടുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ വിഷയ ദാരിദ്ര്യം നമ്മൾ എന്താണ് 1-2 കാര്യങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ ഈസിയാണ്. പക്ഷേ ഒരു 45-50 മിനിറ്റ് ഒരു കാര്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അതിലൊരു നോളജ് വേണം നമുക്ക്. അതെനിക്ക് ഉണ്ടാക്കി തന്ന കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ്. ആദ്യമായിട്ട് പ്രസന്റേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 45-50 മിനിറ്റ് എടുത്ത് സംസാരിക്കേണ്ട ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് കൊണ്ടാണ് ആ ഒരു GTS പ്രസന്റേഷൻ എടുത്തു കഴിഞ്ഞത്. കാരണം ഞാൻ വേറൊന്നും നോക്കിയില്ല, ഞാൻ അത് പഠിച്ച കാര്യം ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഞാൻ പല യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ച GTS എന്റേതായിട്ടുള്ള ഞാൻ കണ്ടക്ട് GTS എന്ത് ചെയ്തു ഒരു 20 മിനിറ്റ് കൊണ്ട് സ്പീഡായിട്ട് പറഞ്ഞു പോയി. എന്നാൽ നേരെ എനിക്ക് തന്ന അടുത്തൊരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ താമരശ്ശേരി GTS എന്ത് ചെയ്യുക ലൈവായിട്ട് അത് പ്രസന്റ് ചെയ്യുക. സൂമിൽ പ്രസന്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം എന്ത് ചെയ്യേണ്ട ആരെ നോക്കണ്ട, നമ്മളത് പറഞ്ഞു പോയാൽ മതി. പക്ഷെ അങ്ങനെയല്ല, ലൈവായിട്ട് നമ്മൾ മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മുന്നിൽ ഇരിക്കുന്ന 50-100 ആളുകളുടെ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ അവതരിപ്പിക്കണം. നമ്മുടെ ബോഡി ലാംഗ്വേജ്, 2 കൈയുണ്ട്, ഒരു കയ്യിൽ എന്തായാലും മൈക്ക് ഉണ്ടാവും, മറ്റേ കൈ എവിടെ വെക്കണം എന്നുള്ള ഡൗട്ടുകൾ, പിന്നെ വോയിസ് മോഡുലേഷൻ, എവിടെ സൗണ്ട് കൂട്ടണം എവിടെ സൗണ്ട് കുറയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസുകളൊക്കെ വന്നു. പക്ഷേ ആ ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ എന്ത് ചെയ്തു, ആ ഒരു ഇനീഷ്യേറ്റ് എടുത്തത് കൊണ്ട് സാധിച്ചു. അങ്ങനെ ഗ്രാജുവലി ഈ ഒരു ബിസിനസ്സിന് വേണ്ട ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, ഫിയർ അല്ലെ, ആളുകളോട് സംസാരിക്കാനുള്ള ഒരു ഭയം മാറുക എന്ന് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിൽ കിട്ടേണ്ട ഒരു അച്ചീവ്മെന്റ്. സോ അതെന്ത് ചെയ്തു, കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റി എന്നതാണ് സത്യം അല്ലെ. നേരിട്ട് ഒരാളോട് സംസാരിക്കുക, അതേപോലെ തന്നെ ഈ നമ്മുടെ ടീമിനോട് സംസാരിക്കുക, ഈ 2 കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത്. ആ 2 കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ ചെയ്ത പ്രോസസ്സാണ് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു കാര്യത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റി എന്നതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ ഗ്രാജുവലി ഈ ബിസിനസ്സിൽ എന്ത് ചെയ്തു, ആളുകളുടെ കൂടെ 1-to-1 പറയാനും അതേപോലെ ഹോം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ പോയി. തുടക്കത്തിലൊന്നും ഇൻസേർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ആളുകളുടെ പുറത്തെത്തി കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമില്ല, കാരണം നമുക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ.
അപ്പം അങ്ങനെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1-to-1 കൊടുക്കാൻ തുടങ്ങി. ഞാൻ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നമ്മൾ ലീഡർമാരൊക്കെ പറയും പോലെ ഈ ബിസിനസ് ഒരു 3 വർഷം 5 വർഷം ചെയ്താൽ കിട്ടുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ലീഡർമാർ പറയുന്ന ഒരു മോട്ടിവേഷനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡിലെത്തുന്ന സമയത്ത് നമ്മൾ പുറത്തുള്ള ആളുകളുടെ റിയാലിറ്റി നമ്മളത് മനസ്സിലാക്കും. ഇത് നടക്കൂല, ഇത് പല ആളുകൾ ചെയ്യുന്നതാണ്, ഇത് ഒരു പണിയും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന ബിസിനസ്സാണ്. നമ്മൾ അങ്ങോട്ട് ആളുകൾ നെഗറ്റീവ് ആക്കാൻ തുടങ്ങും. നമ്മൾ ആളുകളെ പോസിറ്റീവ് ആക്കാനാണ് നമ്മൾ പോകുന്നത്, പക്ഷെ അങ്ങോട്ട് ആളുകൾ നമ്മളാ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്തത്. അപ്പൊ പോകുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും, നല്ല ചാർജ് ആയിരിക്കും, തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ചിന്തിക്കുക എന്താ, ഞാൻ 60 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്ത് പോയി, അവിടുത്തെ നെഗറ്റീവ് ആണ് അങ്ങോട്ട് കിട്ടിയത്, ഇത് എന്നെ കൊണ്ട് നടക്കൂല. അങ്ങനെ തന്നെ എല്ലാ ആളുകളുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിപ്പോ എത്ര വലിയ ലീഡർമാരാണെങ്കിലും ഒരു ദിവസം 2-3 പ്രാവശ്യം നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആവും. കാരണം ഇതൊരു ബിസിനസ് ആയതുകൊണ്ടാണ്. ജോലി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മളോട് എന്താണോ നമ്മുടെ മുതലാളി പറയുന്നത് ആ ഒരു കാര്യം 8 മണിക്കൂർ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. ഇവിടെ ഇവിടെ എന്ത് 8 മണിക്കൂർ ചെയ്യണമെന്ന് നമുക്ക് ഒരാൾ നിർദ്ദേശിച്ച് തരാനില്ല. കാരണം ഇത് ബിസിനസ് ആണ് എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒരു യൂസഫ് അലിയും ഒരു ബോബി ചെമ്മണ്ണൂരും അതേപോലെ തന്നെ ഒരു ഈ പറഞ്ഞ ഗോകുലം ഗോപാലനൊക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ. വടകര ബാക്കി ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഗോകുലം ഗോപാലൻ മാത്രം അവിടെ എന്ത് ചെയ്ത് ഒരു വലിയ ബിസിനസ്സുകാരനായത്. ബിസിനസ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഒരു സാധാരണക്കാരിൽ നിന്നും ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി ചിന്തിക്കാനുള്ള സെൽഫ് ആയിട്ടുള്ള കപ്പാസിറ്റി, അത് നമ്മളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്കും ഈ ഒരു ബിസിനസ്, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതൊരു ജോലിക്കാരന്റെ മൈൻഡ് സെറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയേ അല്ല എന്ന്. സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം, നമുക്ക് എല്ലാത്തിനും പ്രോബ്ലംസ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ സൊല്യൂഷനാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. അതിനുള്ള പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒരു കീ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ നോളജ് കൂട്ടുക എന്ന് തന്നെയാണ്. ഹലോ, നമ്മുടെ നോളജ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഫസ്റ്റ് സൊല്യൂഷൻ. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക. ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്, ഈ ബിസിനസ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആരൊക്കെ ഇതിൽ വിജയിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന്റെ സാധ്യത, ഇത് മുന്നോട്ട് പോവോ ഈ കച്ചവടം, അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ നമ്മൾ എഫേർട്ട്, നമ്മുടെ അധ്വാനം ഇട്ട് കഴിഞ്ഞാൽ അതിന് മൂല്യമായുള്ള തിരിച്ച് നമുക്ക് കിട്ടുമോ എന്നതൊക്കെ ഒരു ലീഡർ പറയുന്നതിനേക്കാളും നമ്മൾ ഇത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ബിസിനസ് ആയിട്ട് മാറുള്ളൂ. നമുക്ക് ഇതിൽ വ്യക്തിപരമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലീഡർമാർ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. അതിൽ അവർക്ക് ആളുകൾ കൂട്ടാൻ വേണ്ടിയിട്ടല്ല അവർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഇത്ര പ്രോഗ്രാമുകൾ നമ്മൾ അണ്ടറിൽ ചെയ്യാമെന്നൊന്നും നമുക്ക് എന്തില്ല, ടാർഗറ്റ് ഒന്നുമില്ല. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ഫിയർ മാറാനൊക്കെ വേണ്ടിയിട്ടാണ് ലീഡർമാർ പ്രോഗ്രാമുകൾ, ലൈവായിട്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ വർക്ക്ഷോപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല ലീഡറായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോളജിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ഒരു വർഷം മുന്നേ നമ്മൾ പഠിച്ചു വെച്ച കാര്യം കൊണ്ട് ഈ വർഷവും നമ്മൾ ബിസിനസ്സിൽ റൺ ചെയ്തുകൊണ്ട് സെയിൽ ക്ലോസ് ചെയ്യാമെന്നും അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിച്ച നോളജിനെക്കാട്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള മറ്റ് നെഗറ്റീവുകൾ ആളുകൾ പഠിച്ചു വെക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ അതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. സോ എല്ലാ ദിവസവും നമ്മുടെ വാക്കുകളിലാണെങ്കിലും പ്രവർത്തികളിലാണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ 1-2 ആഴ്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ആപ്പിന് അപ്ഡേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ, നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഇതൊരു പാക്കേജ് ആണ്. മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആഴ്ചയിൽ 2,10,000, മാസത്തിൽ 8,40,000 കിട്ടുന്ന മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഒരു വർഷം കൊണ്ട് 13 മാസം കൊണ്ട് ഒരു സാധാരണക്കാരന് കൊടുക്കാൻ തയ്യാറാകുന്ന ഇൻകം എന്ന് പറയുന്നത് 1,09,00,000 ഞാനും നിങ്ങളും ഒരു 5,000 രൂപയ്ക്കോ 2,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബിസിനസിന്റെ ഇൻകം പൊട്ടൻഷ്യലാണ് ഞാൻ പറയുന്നത്. 1,09,00,000 വർഷത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കോടീശ്വരൻ ആകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്. അപ്പം ഈ ഒരു ബിസിനസ് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നും അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഇതേപോലെ സൂം പ്ലാറ്റ്ഫോമുകളും ലൈവായിട്ട് എടുക്കുന്ന പ്രോഗ്രാമുകളും നിങ്ങളുടെ ലീഡർമാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. അത് നിങ്ങളും കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം ഇതൊരു വ്യക്തിയുടെ മാത്രം ഒരു ബിസിനസ് അല്ല, ഇതൊരു കൂട്ടമായിട്ടുള്ള പ്രവൃത്തിയാണ് അല്ലെ. നമ്മൾ പറയാറുണ്ട് കൂട്ടമായ പ്രവൃത്തിക്കും കൂട്ടമായ പ്രാർത്ഥനയ്ക്കും വലിയ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്
നമ്മുടേതായിട്ടുള്ള എഫേർട്ട്. ഇപ്പൊ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ താഴെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. പക്ഷേ നമ്മുടേതായിട്ടുള്ള ആശയങ്ങളും നമ്മുടേതായിട്ടുള്ള എഫേർട്ടും നമ്മുടേതായിട്ടുള്ള പ്ലാനിങ്ങുകളും വന്നാൽ മാത്രമേ നമുക്ക് ടീം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആർക്കൊക്കെ ടീം ഉണ്ടാവും? ചേരൂർ സാർക്ക് ടീം ഉണ്ടാവും, ഉമ്മർ സാർക്ക് ടീം ഉണ്ടാവും, ബിജു സാർക്ക് ടീം ഉണ്ടാവും, അയ്യൂബ് സാർക്ക് ടീം ഉണ്ടാവും, അല്ലെ, ഞാൻ സാർക്ക് ടീം ഉണ്ടാവും. നിങ്ങൾക്ക് ടീം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്ലാനിങ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടീം ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? ഇത് നിങ്ങളുടെ ബിസിനസ് ആണ്. ഇതിപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഒരു സാധാരണ ഒരു കുമിട്ടിപ്പീഡിയ എന്നൊക്കെ പറയില്ലേ നമ്മളല്ലേ, ഒരു എന്താണ് പെട്ടിപ്പീഡിയ എന്നൊക്കെ പറയൂലേ, ആ ഒരു പീഡിയ തുടങ്ങിയാൽ പോലും ഒരു 50,000 1 ലക്ഷം മുടക്കി തുടങ്ങുന്ന ആ ഒരു ഷോപ്പിൽ നിങ്ങളുടേതായിട്ടുള്ള അധ്വാനം, അത് രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ കട അടയ്ക്കുന്നത് വരെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു അധ്വാനം അവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തി എത്ര മണിക്കൂർ ആ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊന്ന് എടുത്തു നോക്കിയാൽ മതി നിങ്ങളുടെ സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ രാവിലെ കൃത്യമായി 8 മണിക്കൂർ ഒരു അധ്വാനം അദ്ദേഹം എടുക്കുന്നുണ്ട്. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നറിയണമെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ ആ ബിസിനസ് ആയിട്ട് ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഇവിടെ സാധ്യതകളുണ്ട്, അതിന് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖല. കാരണം ഇവിടെ ഓൾറെഡി ഓൾ ഓവർ ഇന്ത്യയിൽ 450 മുകളിൽ 1,20,00,000 ഈ ബിസിനസ് കൂടെ വരുമാനമാകിയ ITC എബോവ് ലീഡേഴ്സ് ഉണ്ട്. ഇത് ഒരു വ്യക്തിക്കോ 2 വ്യക്തിക്കോ മാത്രം കൊടുക്കാനല്ല കമ്പനി വന്നത്. ഇവിടെ ഓൾറെഡി 450 ആളുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാനോ നിങ്ങളോ ഇത് ചിന്തിച്ചിരുന്നാല് ഇത് വിജയിക്കുമോ, അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യമാണോ, ഇത് എനിക്കൊക്കെ കിട്ടുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചിന്തിച്ചിരിക്കലേ ഉണ്ടാവും. കാരണം നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവുമാണ് നമുക്കിത് കിട്ടാനുള്ള ഫസ്റ്റ് യോഗ്യത. നമ്മുടെ ആവശ്യമായിരിക്കണം, ഒന്നില്ലെങ്കിൽ ആവശ്യം ഉണ്ടാവണം, പണത്തിനോട് ആവശ്യം ഉണ്ടാവണം, വീട് വെക്കാനോ അല്ലെ മക്കളെ വിദ്യാഭ്യാസനോ നമുക്കൊരു ആവശ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം, നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല കാർ വാങ്ങണം, നല്ല ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം നമുക്ക് വേണം. ഇതാണ് ഫസ്റ്റ് 2 ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ബിസിനസ് എന്ത് ചെയ്തു? സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ച് ഡെയിലി ഇതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്ഡേഷൻസ്. കാരണം എനിക്ക് ഫസ്റ്റ് ഞാൻ ഇതിൽ നേരിട്ടൊരു പ്രശ്നമാണ്, ആളോട് സംസാരിച്ച സമയത്ത് ഇന്ന് സംസാരിച്ച കാര്യത്തിൽ കുറച്ച് അപ്ഡേറ്റ് വരുത്തി സംസാരിക്കുക. സ്ഥിരം കാര്യം തന്നെ സംസാരിക്കുമ്പോൾ അതൊരു ആവർത്തന വിരസതയായിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് എന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അല്ലേ, നമ്മളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു മോർണിംഗ് മീറ്റിലോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലോ ആളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ആവർത്തന വിരസതയായിട്ടും അതേപോലെ തന്നെ ഒരു അപ്ഡേഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു, എന്റെ സംസാരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോ സ്ലൈഡ് വെച്ച് സംസാരിക്കുന്നതാണെങ്കിലും ഒരു മാറ്റം അവിടെ എന്ത് ചെയ്യണം, ഒരു ചേഞ്ച് ഉണ്ടാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഗൂഗിള് അല്ലെങ്കിൽ യൂട്യൂബ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് സോഴ്സ് ഉണ്ട് ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനും അതേപോലെ തന്നെ ഇതിൽ നമുക്ക് കൂടുതൽ മാറ്റം വരുത്താനും ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എനിക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് ഈ ഒരു മോർണിംഗ് മീറ്റ് കയറിയിട്ടില്ല 341 ആളുകളും ഒരു 30 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളാണ് മെജോറിറ്റി ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നതും ഇപ്പം കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 1,80,00,000 യുവാക്കൾ ഏറ്റെടുക്കുന്ന ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗും അവിടെ മൈലേജ് സെല്ലിംഗും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പോകുന്ന ഇനിയിപ്പോ GTS സെന്ററുകളാണെങ്കിലും ലൈവ് പ്രോഗ്രാമുകളാണെങ്കിലും അവിടെയൊക്കെ തന്നെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു 30 വയസ്സ് കഴിഞ്ഞ് ഒരു 35 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കി വെച്ചാൽ 30 വയസ്സ് വരെ നമ്മുടെ ലൈഫിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കംഫർട്ട് സോണിലാണ്. പണ്ടൊക്കെ ഒരു 18 വയസ്സിലൊക്കെ പണിക്ക് ഇറങ്ങുന്ന ആളുകൾ ഇന്ന് എപ്പോഴാണ് പണിക്ക് ഇറങ്ങുന്നത്? ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം. കാരണം അതുവരെ എന്തായാലും വീട്ടുകാർ നോക്കും, അല്ലെ, പാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്ത് ചെയ്യും, ചിലവിലുള്ള കാര്യങ്ങളൊക്കെ തരും. ഇനിയും എല്ലാം ഒരു 30 വയസ്സാകുമ്പോഴേക്കും ഒരു കല്യാണമൊക്കെ കഴിച്ച് അതിനുശേഷമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് സ്വന്തമായിട്ട് തോന്നി തുടങ്ങുന്നത് ഒരു 30 വയസ്സിന് ശേഷം. അതുകൊണ്ടാണ് നിങ്ങൾ GT സെന്ററിൽ എന്ത് ചെയ്യാൻ കാണാത്തത്, യങ്സ്റ്റേഴ്സിനൊന്നും കാണാത്തത്. അല്ലാതെ ഓൾക്ക് ഈ ബിസിനസ് അവസരം മനസ്സിലാകായിട്ടും ഈ ബിസിനസ് ചെയ്താൽ ഇത്ര ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാത്തത് കൊണ്ടൊന്നല്ല, നടിക്കുകയാണ് ഒരു 90%. ഇത് മനസ്സിലായില്ല എന്ന്. കാരണം എന്താ, മനസ്സിലായി പണിയെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്ക് എടുക്കാനുള്ള ഫിയറും ഭയവും അതേപോലെ തന്നെ ആ റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ലായ്മ, അല്ലെ, റിസ്ക് എടുക്കാൻ മടി പ്രധാനപ്പെട്ട റീസൺ. ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് വരാത്തത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം.
അല്ലാതെ എന്തുകൊണ്ടൊന്നല്ല, കഴിവില്ലാത്തത് കൊണ്ടോ ഈ ബിസിനസിന്റെ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാകാത്തത് കൊണ്ടൊന്നല്ല. സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവും, റീൽസ് കാണുമ്പോൾ അല്ലെ ഒരുപാട് മോട്ടിവേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, ഒന്നും എടുക്കൂല. എന്ത് ചെയ്യൂല, ഒന്നും ചെയ്യാൻ തയ്യാറാവില്ല. ഇത് കേട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറിവ് എന്തൊക്കെയോ ഉണ്ട് നമ്മളത് മനസ്സിലാക്കി വെക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, ഒന്നും ഇറങ്ങി ചെയ്യാൻ തയ്യാറാവില്ല, കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാത്തത്, നമ്മുടെ GT സെന്ററുകളിലൊന്നും യങ്സ്റ്റേഴ്സിനെ കാണാത്തത്. ഇനി എന്തുകൊണ്ടാണ് 35 വയസ്സിന് ശേഷമുള്ള ആളുകൾ കൂടുതൽ ഈ ബിസിനസ് ചെയ്യുന്നത്? അതിന് പ്രധാനപ്പെട്ട റീസൺ, അവരൊരു 10 വർഷം ജോലി ചെയ്തു നോക്കി, എന്നിട്ട് രണ്ടറ്റം എന്തില്ല, രണ്ടറ്റം മലയാളികൾ പറയുമ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാകുന്നില്ല. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്ന ജോലിന് കൂടെ എക്സ്ട്രാ ഒരു വരുമാനം വേണമെന്നും, ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്യാനാവില്ല, ചെയ്യുന്ന ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളാണ്, ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോ ലേഡീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ ജെൻസ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഒരു ലൈഫിന് അഭിമുഖീകരിച്ച ആളുകളാണ്. അവരെന്ത് ചെയ്തു, ഓൾറെഡി ലൈഫിൽ അവർ റൺ ചെയ്തു, അത് സക്സസ് അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു മാറ്റം വേണമെന്ന് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ സക്സസ് ആക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് രണ്ടെണ്ണം വരുന്നത്. ഒന്ന് ആവശ്യക്കാരനാക്കും, രണ്ടാമത് ആഗ്രഹം. കാരണം ഒരു 35 വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചോളം മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്, അതേപോലെ തന്നെ വീട്ടു ചെലവ് കഴിയുക എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്, അതേപോലെ തന്നെ ഒരു വീട് വെക്കുക ഒരു ആവശ്യമാണ്. നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു 20 വയസ്സുകാരനെ സംബന്ധിച്ചോളം അവർക്ക് എന്തില്ല, ആവശ്യങ്ങളില്ല. ഇന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഒരു 17 വയസ്സാകുമ്പോഴേക്കും ഗൾഫിലൊക്കെ പോകാൻ തുടങ്ങുന്നത്. അവരുടെ വീട്ടിൽ എന്തില്ല, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇല്ല. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ നോക്കണം. 2 പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ കെട്ടിക്കാൻ ഇനീഷ്യേറ്റ് എടുക്കണം. ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല, റെസ്പോൺസിബിലിറ്റീസ് കുറവാണ് നമുക്ക്, അല്ലെ? ഒരു 30 വയസ്സിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ആളുകൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നു, ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, യങ്സ്റ്റേഴ്സിനെ നോക്കി നിൽക്കണമെന്ന് ഞാൻ പറയൂല. കാരണം എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ തേടി പിടിച്ചു പോവുക. അതിൽ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ഒരു സ്വന്തമായിട്ട് രക്ഷപ്പെടണമെന്നൊക്കെയുള്ള തീരുമാനമുള്ള യങ്സ്റ്റേഴ്സ് വരും. അല്ലാതെ മെജോറിറ്റി നമ്മൾ നോക്കി നിൽക്കലേ എന്തുള്ളൂ ഉണ്ടാവുള്ളൂ. അത് കാലഘട്ടത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലാതെ അവർക്ക് ഈ ബിസിനസ് മനസ്സിലാകായിട്ടോ അവർ ചെയ്യാൻ തയ്യാറാകായിട്ടോ കൊണ്ടല്ല, റിസ്ക് എടുക്കാനുള്ള അവരുടെ മടിയാണ് പ്രധാനപ്പെട്ട റീസൺ. അപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളിപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാമെന്ന് സ്വന്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കലാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഏരിയയിൽ ഇനിയിപ്പം റീറ്റെയിൽ ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ നമുക്ക് റീറ്റെയിൽ ചെയ്യാം, എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വിറ്റാലാണ് നമുക്ക് ലാഭം കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, ഇനി അതേപോലെ തന്നെ ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ പോവുക, ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ സ്റ്റാറ്റസിലാണെങ്കിലും ഡയറക്റ്റ് പോയി വിൽക്കുന്നതാണെങ്കിലും റീറ്റെയിൽ എല്ലാ റാങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻകം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ്, ഈ ബിസിനസ്സിൽ ഇതൊരു ബിസിനസ് ആയിട്ട് കാണാൻ താല്പര്യമുള്ള ആളുകൾ റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ കണ്ടായിരിക്കണം നമ്മളെ റിക്രൂട്ട്മെന്റ്. ഇന്ന് വന്ന് നാളെ അടുത്ത മാസം തന്നെ നമുക്ക് റാങ്ക് അച്ചീവ് ചെയ്യാമെന്നും അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 2,10,000 വാങ്ങാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. കിട്ടാം, അങ്ങനെ കിട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, 1-2 മാസം കൊണ്ടൊക്കെ വന്നിട്ട് തന്നെ വലിയ വരുമാനങ്ങളും സീലിംഗ് ഒക്കെ അടിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ അതിന് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേഷൻസാ, ഒരു കയറ്റ ഇറക്കങ്ങളാണ്. ഒന്ന് കയറി എന്തായാലും ഉണ്ടാവും, ഒരു ഇറക്കങ്ങൾ ഉണ്ടാവും. അത് ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് അതിനെ പറയൂല. ഒരു ബൂമിംഗ് പീരീഡ് അല്ലെ, ബെല്ലി സാറൊക്കെ പറയും പോലെ അതൊന്നും ഒന്ന് കയറി ഇറങ്ങിയത് പോലെ ഉണ്ടാവും. സോ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷനിലാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കോടൊക്കെ പോയാൽ കാണാം, വലിയ കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങുകൾ ഒറ്റയടിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യും, അത് പൊളിഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ബിസിനസ്സും. ഒരു ഫൗണ്ടേഷൻസ് ഉണ്ടാകണം. ഫൗണ്ടേഷൻ ഉണ്ടാകണമെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന മാനേജറായിട്ടുള്ള നമ്മൾക്ക് എന്ത് ചെയ്യണം, കോൺഫിഡൻസും ബിലീഫും അതേപോലെ തന്നെ എന്ത് വേണം, വിശ്വാസവും അതേപോലെ തന്നെ എന്ത് വേണം, അറിവ്, നോളജ് ഒക്കെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിനെ ലോങ് ടൈം ആയിട്ട് അടുത്ത ഒരു 10-20 വർഷത്തേക്ക് നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളാ ഇതിന്റെ ഓണേഴ്സ്. നമ്മൾക്ക് ഇതിന്റെ അടിത്തറ ഇല്ലെങ്കിൽ ഈ ബിസിനസ് എന്ത് ചെയ്യൂല, റൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഇതിന് മുന്നിട്ട് നിന്നാൽ നമ്മളെ ലീഡർമാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും, അല്ലെ? കച്ചവടമുള്ള സ്ഥലത്തല്ലേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കണം ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുമ്പോൾ 8 മണിക്കൂർ ആ ജോലിക്ക് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയാണ്, അല്ലെ? അത് ഇൻകം കിട്ടും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. മൈലേജിൽ എന്തുകൊണ്ടാണ് നമുക്ക് പ്രയോറിറ്റൈസ് ഇല്ലാത്തത്? ഇവിടെ ജോലി എടുത്താൽ മാത്രമേ എന്തുള്ളൂ,
ബിസിനസ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ. അതാണ് നമുക്ക് എന്താണ് ഇത് ചെയ്യാനുള്ള ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണമെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക, പഠിക്കുക. അതിനുശേഷം സെയിം കാര്യങ്ങൾ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറണം. നമ്മൾ ആദ്യം ഒരു ലേണറായിട്ട് മാറണം, കേൾവിക്കാരനായിട്ട് മാറണം. രണ്ടാമതൊരു ടീച്ചറായിട്ട് മാറിയാൽ മാത്രമേ നമ്മളെ കൂടെ ഈ ബിസിനസ്സിൽ ആളുകൾ നിലനിൽക്കുള്ളൂ. കാരണം നമ്മളെ കൂടുതൽ ആളുകൾ നിലനിർത്തേണ്ട റെസ്പോൺസിബിലിറ്റീസ് നമുക്കാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു യൂസഫ് അലിയുടെ കൂടെ ഏകദേശം 60,000-ഓളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവരെ നിലനിർത്തുക എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാ. നാളെ ഒരു സുപ്രഭാതത്തിൽ 65,000 ആളുകൾ ജോലി നിർത്തിപ്പോയാലോ ഈ പറഞ്ഞ ലുലുമാള് വർക്കിംഗ് ആവുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം കിട്ടുമോ? അത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആളുകളെ നിലനിർത്തുക എന്ന് പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കൂടെ വന്ന ആളുകളെ, ജോയിൻ ചെയ്യിപ്പിച്ച ആളുകൾ നിലനിർത്തുക. ഒരു 5,000 അവരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്മിറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അത് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാനാണെങ്കിലും അവർക്ക് എന്താണ് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും. കാരണം എന്താണ്, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊടുത്താണ് ആളുകൾ നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്. ആ ഒരു 1000 രൂപയാണെങ്കിൽ അതിന്റെ മൂല്യം നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം അത് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളെ ഉത്തരവാദിത്വം എന്ന് പറയും. അത് എടുക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിൽ വിജയം ഉണ്ടാവും. അവരുടെ വിജയം എന്താണ്, സ്ലോ ആണെങ്കിലും വിജയം ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് ഞാൻ ഡാം ഷുവർ ഗ്യാരണ്ടി ഞാൻ കൂടെ പറയാം. വിജയം ചിലപ്പോൾ പതുക്കെയായിരിക്കാം, പക്ഷെ വിജയം ഉണ്ടാകുന്നുള്ള കാര്യം 100-110% ഉറപ്പാണ്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്തുള്ള എന്താണ് പ്രോഗ്രാമുകളും GT സെന്ററുകൾക്ക് ഒന്ന് മാറി മാറി അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകണം. അവിടെ വരുന്ന ആളുടെ അനുഭവങ്ങൾ, ഈ സൂം മീറ്റിങ്ങിലൊക്കെ വരുന്ന ആളുടെ അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. കാരണം അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ നമ്മുടെ കേരളത്തിന് പുറത്തൊരു GTSൽ ഇപ്പൊ നമ്മുടെ കേരളത്തിനോട് എന്താണ് ചേർന്നിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അവിടെ ഒരു വ്യക്തി, അഷ്റഫ് എന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡ് ആണ്. കാലിന് എന്താണ്, ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്റ്റൂൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക, GT സെന്ററിലേക്കൊക്കെ വരിക. ആ സ്റ്റൂൾ ഫ്രണ്ടിലേക്ക് വെക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാലോ. അങ്ങനെ എന്താണ്, ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അഷ്റഫ് എന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ വിശ്വാസത്തോടെ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിനെ എന്ത് ചെയ്തു, ഉൾക്കൊണ്ടു ഫസ്റ്റ്. ദെൻ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളൊക്കെ ഈസി ആയിട്ട് ഒരു GT സെന്ററിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു സ്റ്റൂൾ ഉപയോഗിച്ച് വളരെ എന്താണ് കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിപ്പെടുന്നത്. അതിനുശേഷം എന്ത് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് ഒരു 8 മാസം കൊണ്ട് ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് അദ്ദേഹം മാറി. വെറും 8 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം നോക്കി നിന്നിട്ടുണ്ട് 1-2 മാസം ഈ ബിസിനസ് എനിക്ക് പറ്റൂല്ലോ എന്ന്. പക്ഷേ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം 8 മാസം കൊണ്ട് ഇന്ന് അപ്കമിങ് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലാണ്. ഒരു 1.5 മാസം കൊണ്ട് അദ്ദേഹത്തിന് കയറിയ വോളിയം 1 കോടിയുടെ വോളിയമാണ് അദ്ദേഹത്തിന് 1.5-2 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് റൈറ്റിൽ ഇത് കയറിയത്. ഹലോ, അതെങ്ങനെ സാധിച്ചു? അദ്ദേഹം ആളുകൾക്ക് തന്നെക്കാട്ട് കഴിവും കപ്പാസിറ്റിയും ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, അവരോട് പറയാൻ തയ്യാറായി എന്നതാണ്. അദ്ദേഹത്തിന്റെ കഴിവോ കപ്പാസിറ്റിയോ കാര്യങ്ങളോ പറയാൻ തയ്യാറായി. നമ്മളിത് പറഞ്ഞാൽ മാത്രമല്ലേ ആളുകൾ അറിയുള്ളൂ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന്. അഷ്റഫിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പരിമിതികൾ അദ്ദേഹത്തെക്കാട്ട് കുറവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളതും നമുക്ക് ഇല്ലാത്തതും വലിയൊരു കാര്യമുണ്ട്, കോൺഫിഡൻസ്. ആളോട് പറയാം, അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം നിലവിൽ ചെയ്യുന്ന മേഖലയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം 500 ഒരു 400 രൂപ കിട്ടുന്ന ഒരു മേഖലയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനം, ഒരു റിസ്ക് അവിടെ എടുക്കാൻ തയ്യാറായി. ആളുകളോട് ഇത് പറയുക എന്ന റിസ്ക്. അത് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ആളുകൾ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടുള്ള നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ നെയ്ബേഴ്സിനും ഒക്കെ ഈ ബിസിനസ് ആവശ്യമുണ്ട്, നമ്മൾ പറയായിട്ടാ. ഹലോ, ആ ഒരു നമ്മളെന്താണ് ഫിയർ മാറുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്കൊക്കെ സക്സസ് ആകാൻ പറ്റും. അതൊരു എക്സാമ്പിൾ ആണ് അദ്ദേഹം. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റൂൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇതിന് നടക്കുന്നത്. ഇന്ന് അദ്ദേഹം ഒരു കാർ വാങ്ങി, ആ കാർ ഓടിച്ചാണ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം GTSന് വന്നിട്ടുള്ളത്. ഹലോ, ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു 10-20 കിലോമീറ്റർ ആ സ്വന്തം കാറിൽ അദ്ദേഹം, ആ ഒരു മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറെ ഏത് ബിസിനസ്സിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് മാറാൻ പറ്റും ഒരു സാധാരണക്കാരന്? ഹലോ, ഒരു 10-20 ലക്ഷം മുടക്കിയിട്ടല്ല അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സാധാരണക്കാരന് ഈ ലെവലിലേക്ക് മാറാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇനി അതല്ല സാറേ, മൈലേജ് ശരി ഞാനൊരു 6 മാസം നോക്കി, 1 വർഷം നോക്കി, വലുതായാലും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ നിർത്തിക്കോളൂ. നിങ്ങൾ നിർത്തിപ്പോയിട്ട് വേറെ ഏത് മേഖല നിങ്ങൾ സക്സസ് ആകാൻ പോകുന്നത്? അങ്ങനെ സക്സസ് ആയിട്ടുള്ള എത്ര ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട്? അല്ലെങ്കിൽ ഈ നമ്മുടെ ടീമിലൊക്കെ ഒഴിഞ്ഞുപോയ ആളുകളുണ്ടല്ലോ,
അവരൊക്കെ പുറത്തും ഇത് നടക്കൂല എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് സക്സസ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട് നിങ്ങളുടെ പരിചയത്തിൽ? ആരെങ്കിലും ഉണ്ടോ പച്ച തൊട്ടുള്ള ആളുകൾ? കാരണം എന്താണ്, നമ്മൾ എടുക്കേണ്ട പണി എടുത്താൽ മാത്രമേ എല്ലാ മേഖലയിലും നമ്മൾ വിജയിക്കുള്ളൂ. അല്ലാതെ വന്നത് കൊണ്ട് എന്ന് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മൈലേജ് ബിസിനസ് ഐഡിയ എടുത്തു എന്നതുകൊണ്ട് ഒരാളും സക്സസ് ആകാൻ പോകുന്നില്ല. ഇത് ബിസിനസ് ആണ്, ഇതിനെ വളർത്തണം. ഹലോ, ഇതിനെ വളർത്തിയാൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്തുള്ളൂ, തിരിച്ച് പ്രതിഫലം തരുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്താണ്. ഇപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഈ അനുഭവങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടാകില്ല. എനിക്ക് എന്താണ് ആ നോളജ് ഉണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി പ്രവർത്തിക്കണം. അത് തുടക്കത്തിലെ നെഗറ്റീവ് എന്ത് ചെയ്യും ആയിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുക. അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മളെ നോളജ് കൂട്ടുക. അതേപോലെ തന്നെ ഈ ബിസിനസ് അടുത്തൊരു 3 വർഷം കൊണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ലീഡർമാർ പറയും 30 വർഷം അധ്വാനിച്ചാൽ കിട്ടുന്നത് 3 വർഷം കൊണ്ട് കിട്ടും. ആ 3 വർഷം എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ 3 വർഷം കൊണ്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് 4 വർഷം 5 വർഷം 6 വർഷമോ നമ്മുടെ പ്ലാനിങ് എന്ന് വരെ വരുന്നോ അന്നേ നമുക്ക് കിട്ടുള്ളൂ. ഹലോ, സെൽഫായിട്ട് നമുക്കൊരു പ്ലാനിങ്ങും നമ്മുടെ ഇനീഷ്യേറ്റീവും നമ്മുടെ എന്താണ് കോൺഫിഡൻസും നമ്മുടെ ഇറങ്ങലും ഒക്കെ തന്നെയാണ് എന്ത് നമ്മുടെ വരുമാനം ഇത് തിരിച്ചു കിട്ടുന്നത്. ഇത് നമുക്ക് മനസ്സിലാകപ്പോഴാണ് നമ്മൾ ഇറങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുക. നമ്മൾ ചിന്തിക്കും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ബെല്ലി സാറും ഒരു നമ്മുടെ ബിജു വി കെ സാറും വന്നില്ലെങ്കിൽ എന്ത് സുഖമായിരുന്നു. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ബെല്ലി സാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ ബെല്ലി സാർ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് കൊടുക്കാൻ നിങ്ങൾക്കാകുമോ? അദ്ദേഹത്തിന് എന്താണ് കുറെ ആളുകൾ കൂട്ടി നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റുമോ? ഇത് ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. ഹലോ, ഒറ്റയടിക്ക് നമുക്ക് ടീം വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോവുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഇതിന് ടൈം എടുക്കുന്നത്. ഇതിനൊരു എന്തുണ്ട്, ഒരു ലേണിംഗ് പീരീഡ് ഉണ്ട്. ആ ലേണിംഗ് പീരീഡിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് സ്റ്റൈപ്പൻഡ് ആണ്. നമ്മളിപ്പം ട്രെയിനിങ് ആയിട്ടൊക്കെ നമ്മൾ കയറില്ലേ, 8,000-നും 12,000-നൊക്കെ നമ്മൾ ട്രെയിനിങ് ആയിട്ട് നമ്മൾ കയറാറുണ്ട്. അവിടെ നമുക്ക് എന്താണ് വലിയ വരുമാനം കിട്ടുമോ? ഇല്ല. ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് മൈലേജ് ബിസിനസ്സും. ഇത് ഫസ്റ്റ് ഒരു 1.5 വർഷം ഇത് പറയുന്നത് എന്താണ്, ഒരു ലേണിംഗ് പീരീഡ് ആണ്. എത്രത്തോളം ഫാസ്റ്റ് നമ്മൾ ഇത് പഠിക്കുന്നോ അത്രത്തോളം ഫാസ്റ്റ് നമുക്ക് ടീം ഡെവലപ്പ് ആവും. ആ ഒരു 1.5 വർഷത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഏണിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നത്, ഏണിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എല്ലാ മോട്ടിവേഷന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഓടൂല. യാഥാർത്ഥ്യം കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ഈ ബിസിനസ്സിൽ നമ്മളെ കമ്പനി തരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇന്ന് ഈ ഒരു മോർണിംഗിൽ എല്ലാ ആളുകളും ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഈ ബിസിനസ് പഠിച്ച് ഞാൻ പ്രവർത്തിക്കും. അതിന് ഞാൻ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം. കാരണം വെറും 4 പ്രൊഡക്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത മൈലേഷ്യൽ കമ്പനി ഇന്നൊരു 12 വർഷം കൊണ്ട് 150 പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1200 ഫ്രാഞ്ചൈസികൾ ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ഇത് ഞാനും നിങ്ങളും ചെയ്തിട്ടല്ല ഇത്രയും ടേൺ ഓവർ ആയതും ഇത്രയും എന്ത് ചെയ്ത് പ്രൊഡക്റ്റ് വന്നതും ഇത്രയും ഔട്ട്ലെറ്റുകൾ വന്നതും. സോ ഞാനും നിങ്ങളൊന്നും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അടുത്ത ഒരു 3-4 വർഷം കൊണ്ട് കമ്പനി 1000 പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് എന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, റിലേറ്റീവ്സും നെയ്ബേഴ്സും തന്നെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എനിക്ക് 2/10 ഉറപ്പാണ്. ഹലോ, ഒരു 10 ഏരിയയിലായിട്ട് എന്താണ് നമ്മളിവിടെ ഒരു 10 ആളുകളെ ഒരു 25,000 രൂപേന്റെ കച്ചവടം ഒരു ദിവസം തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 17 ലക്ഷത്തിന്റെ കച്ചവടം ഒരു ആഴ്ചനെ കൊണ്ടാവും. 10 ഏരിയയിൽ 10 ആളുകൾ, വെറും 10 ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു 25,000-ന്റെ വോളിയം നമുക്ക് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് എന്താവും, അത് 17 ലക്ഷം ബിസിനസ് വോളിയം ആവും. ഈ ഒരു ലെവലിലേക്ക് ഒരു പ്ലാനിങ് നമ്മൾക്ക് ഉണ്ടാകണം. അല്ലാതെ നമ്മളെ വീട്ടിൽ ചുറ്റുവട്ടം തന്നെ ഈ പറഞ്ഞ 2-10 കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കംഫേർട്ട് സോണിന്റെ പുറത്താണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്. അപ്പൊ ഇത് മോട്ടിവേഷൻ അല്ല, റിയാലിറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വെറുതെ എന്തല്ല ഒരു മോട്ടിവേഷൻ രാവിലെ തന്നെ വന്നിട്ട് ആളുകളോട് അങ്ങനെ കിട്ടും ഇങ്ങനെ ചെയ്യും ഒന്നും പറയല്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കണോ, അല്ലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണോ, ഈ ബിസിനസ് ഏറ്റെടുത്ത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ. സോ നിങ്ങൾക്കും ഇതേപോലെ സംസാരിക്കാനും പ്രവർത്തിക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന സമയത്ത്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് ആളോട് സംസാരിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുക, ബിസിനസ്സിനെ കൂടുതൽ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കാൻ എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ ബിസിനസ് നിർത്തിപ്പോയാലും നിങ്ങൾക്ക് പുറത്തൊരു മേഖലയിലൊക്കെ വിജയിക്കേണ്ടത് പോസിബിളേ അല്ല. കാരണം മിനിമം ഒരു മലബാർ ഗോൾഡിലൊക്കെ ഒരു സെയിൽസ്മാൻ ആയിട്ട് ഇപ്പൊ കയറണമെങ്കിൽ 35 വയസ്സ് താഴെയുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ജോലിക്ക് പോലും എടുക്കുന്നുള്ളൂ. ഇനി എവിടെയാണ് നിങ്ങളൊക്കെ വിജയിക്കാൻ വേണ്ടി പോകുന്നത്? 10-50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ സംബന്ധിച്ചോളം ഇനി എന്താ മറ്റൊരു അവസരമുള്ളത്? കിട്ടിയ ഈ അവസരത്തെ ഉപയോഗിക്കുക എന്നുള്ളതല്ലേ നമ്മളിപ്പോ ചെയ്യേണ്ടത്, അല്ലാതെ കിട്ടിയ അവസരത്തെ മാറ്റിവെക്കലാണോ? അതുകൊണ്ട് നിങ്ങളുടെ ലീഡർമാർ എന്ത് പറയുന്നോ അത് കൃത്യമായി നിങ്ങൾ അനുസരിക്കുക.
അത് ഒരിക്കലും എന്തല്ല, ഒരു ബോസ് എന്ന നിലയിലല്ല. അവര് നിങ്ങൾ ഗൈഡ് ലൈൻസ് ആണ് തരുന്നത്, എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള റൂട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. അതിലൂടെ തന്നെ നമ്മൾ പ്രവർത്തിച്ചാൽ മതി. സമയം എടുത്താണെങ്കിൽ നമ്മൾ വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനെ വിജയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകട്ടെ. ഇപ്പം ഞാൻ ഈ ബിസിനസ് ഒരു 2 വർഷത്തിന് മുകളിലായി ഈ ബിസിനസ് ഇപ്പൊ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും ഞാൻ പഠിക്കുകയാണ് ഈ ബിസിനസ്. ഇന്ന് ഞാൻ എന്ത് ചെയ്തില്ല, വലിയ ഇൻകം ഞാൻ ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷൻ നെറ്റ്വർക്കാണ് വേണ്ടത്. ഒരു 30 വയസ്സൊക്കെ ആവുമ്പോഴേക്ക് റിട്ടയർ ചെയ്യാന്നുള്ള പ്ലാൻ ആണ് എനിക്ക്. ഒരു 8 വർഷം ഞാൻ അധ്വാനിക്കും, 8 വർഷം ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യും. അധികകാലം ഒന്നും ഇതില്ല, വർക്ക് ചെയ്യുന്നില്ല. ഒരു 30 വയസ്സ് വരെ എന്ത് ചെയ്യും, ഈ ബിസിനസ് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കും. അത് രാവിലെ പകലില്ല, 12 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂറാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ 30 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ എന്തല്ല, ഒരു ആവേശത്തിന് നമ്മൾ പറയുന്നല്ല. അതിനു വേണ്ടി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വേർപ്പ് താഴെ ഉറ്റണമെന്ന് ഈ ബിസിനസ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് നമുക്ക് മനസ്സിലായത്. കാരണം ഈസി ആയിട്ട് വെറുതെ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു രൂപ പോലും എന്ത് ചെയ്യില്ല, വെറുതെ ഒരാളും തരാൻ പോകുന്നില്ല. സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രവർത്തനം, അല്ലെ, അവിടെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ആ ഒരു പ്രവർത്തനം, നമ്മുടെ അതിലുള്ള പ്രവർത്തനം വരുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും, ഇപ്പൊ ലേഡീസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ആകുന്ന ലേഡീസ് ആണ്. അത് നിങ്ങൾ ITC റാങ്ക് എടുത്തു നോക്കൂ, CTC റാങ്ക് എടുത്തു നോക്കൂ, സ്റ്റാർ പേൾ റാങ്ക് എടുത്തു നോക്കൂ, ഇനിയിപ്പം ഗോൾഡ് റാങ്ക് എടുത്തോളൂ. ഏറ്റവും കൂടുതൽ ലേഡീസ് ആണ് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. ഏത് വലിയ റാങ്ക്, ചെറിയ സ്റ്റാർ റാങ്കോ റൂബി റാങ്കോ അല്ല ഞാൻ പറയുന്നത്. CTC, NTC, ITC റാങ്കുകൾ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് വരുന്നത് തമിഴ്നാട്ടിലൊക്കെ ലേഡീസ് ആണ്. അവർ തീരുമാനം എടുത്താൽ എന്താണ്, അതൊരു ഒന്നൊന്നര തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങളും തീരുമാനം എടുക്കുക, പ്രവർത്തിക്കുക. ഈ ബിസിനസ്സിലെ വലിയ വിജയങ്ങൾ എത്തിച്ച് നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറയുന്നു. അതുകൊണ്ട് എന്റെ ലൈഫിൽ, എന്റെ ഫാമിലിക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്നത് മൈലേഷ്യൽ ബിസിനസ് ആണ്. അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു അനുഗ്രഹം ഒക്കെ ദൈവം തരട്ടെ. അത് നിങ്ങളെ പ്രവർത്തനം കൂടി എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ.